ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മെയ് മാസത്തിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്, എന്ത് കരുതലുകളാണ് നിങ്ങൾ എടുക്കേണ്ടത് എന്നീ വിഷയങ്ങളെക്കുറിച്ചാണ്. അതായത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതൽ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. ഈ റീഡിംഗ് നിങ്ങളുമായി ഏതെങ്കിലും തരത്തിൽ റെസനേറ്റ് ചെയ്യുന്നതായി നിങ്ങൾക്ക് തോന്നിയാൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജായി മാത്രം എടുക്കുക. ഇനി റീഡിംഗ് നിങ്ങളുമായി റെസനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഒട്ടും താമസിക്കാതെ തന്നെ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. മെയ് മാസത്തിൽ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ സംഭവിക്കുമെന്നാണ് കാണുന്നത്. ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പല വഴികളിൽ നിങ്ങൾ നോക്കി, എന്നിട്ടും അതിന് യാതൊരു മൂമെൻറ്റ്സും ഇല്ലാതിരുന്നുവെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന പല വിഷമങ്ങളുണ്ടാകാം. ഇതെല്ലാം നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നു. അതായത് നിങ്ങൾ എത്രമാത്രം പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നു. ഈ മാസത്തിൽ അത് അവർക്ക് മനസ്സിലാകും. നിങ്ങൾ കടന്നുപോയ അതേ സാഹചര്യങ്ങളിലൂടെ തന്നെ അവർക്ക് കടന്നു പോകേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ വരുന്നതായിട്ട് കാണുന്നു. അത് ഈ മെയ് മാസത്തിലായിരിക്കാം. ആ ഒരു അവസ്ഥയിലൂടെ അവർ കടന്നു പോകുമ്പോൾ നിങ്ങൾ എന്താണ് ഇത്രയും കാലം അനുഭവിച്ചിരുന്നതെന്ന് അവർക്ക് മനസ്സിലാകാനുള്ള ഒരു സാഹചര്യം ഈ മാസത്തിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവർ മനസ്സിലാക്കും. എന്നിട്ട് അവരൊരു കോംപ്രമൈസും ഒക്കെ ആയിട്ട് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ കുറച്ചു കാലമായി നിങ്ങളോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് മറ്റുള്ളവർ പറയുന്ന വാക്കുകളൊക്കെ വിശ്വസിച്ചിരിക്കുകയായിരുന്നു അവർ. എന്നാൽ കുറേ തിരിച്ചടികളിലൂടെ അവർ കടന്നു പോകാൻ ഇടയാകുകയും തുടർന്ന് ഈ മാസത്തിൽ തന്നെ നിങ്ങളിലേക്ക് അവർ തിരിച്ചു വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. വളരെ സന്തോഷം തോന്നും. നിങ്ങൾക്കും അവർക്കും രണ്ടുപേർക്കും വളരെ സന്തോഷം തോന്നുന്ന എനർജിയൊക്കെയാണ് ഇവിടെ കാണുന്നത്. പക്ഷേ പലപ്പോഴും എത്ര പോസിറ്റീവ് സിറ്റുവേഷൻ ആയിരുന്നാലും ഒരു നെഗറ്റീവിലേക്ക് പോകാൻ ഇടയുണ്ട്. അത് കാര്യമാക്കേണ്ടതൊന്നുമില്ല. പിന്നെ നിങ്ങൾ ആക്ഷൻ എടുത്തില്ലെങ്കിലും അവർ ഇതിന് അതായത് ഒരു റീയൂണിയന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുമെന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു ജസ്റ്റിസിന് വേണ്ടി നിങ്ങൾ ഒത്തിരി ഫൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനുള്ള ഒരു യഥാർത്ഥ സമയം വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഈ സമയം അതിനുള്ള ഒരു യഥാർത്ഥ സമയമായിട്ടാണ് കാണുന്നത്. പലപ്പോഴും നിങ്ങൾക്കൊരു ചിന്ത വരും, ഇവർ എന്നെ പലപ്പോഴും പറ്റിച്ചിട്ടുണ്ട്, ഇവരെ വിശ്വസിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. അതേ ചിന്ത തന്നെയാണ് നിങ്ങളുടെ ഓപ്പോസിറ്റ് വ്യക്തിക്കും. അതായത് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയാണ് അവരും ചിന്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നെഗറ്റീവ് ചിന്തകളെല്ലാം ഒഴിവാക്കുക, നെഗറ്റീവ് തോട്ട്സൊക്കെ ഒഴിവാക്കുക. നിങ്ങൾ നെഗറ്റീവ് തോട്ട്സ് ചിന്തിക്കുമ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കും. കാരണം അവരും ആ ഒരു സെയിം ചിന്തയിലേക്കൊക്കെ പോവുകയാണ്. പിന്നെ നിങ്ങൾ വിട്ടുപോയവർ നിങ്ങളിലേക്ക് വളരെ സ്പീഡിൽ തിരിച്ചു വരുന്നു എന്നതാണ്. പിന്നെ നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയവർ അങ്ങനെയൊക്കെ പലർക്കും പല രീതിയിലായിരിക്കും. ചിലപ്പോൾ എന്താണ് കാരണം എന്നോട് പറയാതെ പോയവർ എന്നിങ്ങനെയുള്ളവരൊക്കെ അതെന്താണ് കാരണം എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വരികയാണ്. ശരിക്കും ഒരു ഡീപ്പായിട്ടുള്ളൊരു പ്രണയത്തോടെ അവർ തിരിച്ചു വരികയാണ്. അതുപോലെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട്. അതായത് നിങ്ങൾ പാസ്റ്റിൽ പറയാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളും പറയാൻ ആഗ്രഹിച്ചതും നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചതുമായ പല കാര്യങ്ങളൊക്കെ അവർ ഇങ്ങോട്ടേക്ക് പറയുകയാണ്. പിന്നെ നിങ്ങളെ വേദനിപ്പിച്ചിട്ട് അവർ പോയിട്ട് ഒന്ന് നിങ്ങൾ പറയുന്നത് കേൾക്കാൻ പോലും ഇഷ്ടപ്പെടാതിരുന്ന, നിങ്ങൾ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടൊന്നും നിൽക്കുക പോലും ചെയ്തിട്ടുണ്ടായിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയവരുണ്ടാകും. അവർക്കൊക്കെ എന്നൊരു ക്ലാരിറ്റി ലഭിക്കുന്നതാണ്. ഈ മാസത്തിലൊരു ക്ലാരിറ്റി ലഭിക്കും. അതുപോലെ തന്നെ പിന്നെ അവർ അതെന്തായിരുന്നു, എന്നാണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ചതെന്ന് നമ്മൾ പിരിയുന്ന സമയത്ത് എന്തോ നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ചായിരുന്നല്ലോ, അതെന്തായിരുന്നു എന്നൊക്കെ അവർ ഇങ്ങോട്ടേക്ക് ചോദിക്കും. അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നിങ്ങനെയൊക്കെ അവർ ചോദിക്കാനുള്ള ഒരു ഇട കാണുന്നുണ്ട്. ഈ മാസത്തിലാണ് അതൊക്കെ നടക്കാൻ പോകുന്നത്. ചിലവർക്ക് നിങ്ങളുടെ വ്യക്തി എന്തുകൊണ്ടാണ് പിരിഞ്ഞു പോയതെന്ന് പോലും അറിയില്ലായിരിക്കും. എന്നാൽ ഇപ്പോൾ അവർ അതെന്താണ് കാരണമെന്ന് നിങ്ങളോട് തുറന്നു പറയാനുള്ള സാധ്യത കാണുകയാണ്. കൂടാതെ ഈ മെയ് മാസം നിങ്ങൾക്ക് കുറേയധികം വിക്ടറിയും സക്സസ്സും ഒക്കെയാണ് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ അത് കാത്തിരിക്കുക. നെഗറ്റീവ് തോട്ട്സ് എല്ലാം മാറ്റി വയ്ക്കുക. പിന്നെ നിങ്ങളുടെ ലൈഫ് എങ്ങനെയാകണമെന്ന് നിങ്ങൾക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റും. എന്തായാലും ഈ മാസത്തിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഔട്ട്കമാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജീസ്. ഇതെല്ലാം നിങ്ങളുടെ പേഴ്സണുമായി റെസനേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയിക്കുക. ഇത് നിങ്ങളുടെ എനർജി ആയിട്ട് തോന്നുന്നുവെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക, ഇല്ലെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്